വിവരങ്ങളാണ് കിട്ടുന്നത്. രാഗിൻ ചേരുകയാണ്. രാഗിൻ, എന്താണ് വിവരങ്ങൾ? മഞ്ജുഷ്, ദിലീപിനെ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഉൾപ്പെടെ അടിയന്തരമായി റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ദിലീപിന്റെ ട്രഷറർ സ്ഥാനം എന്നത് മാത്രമല്ല, അമ്മയുടെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ അടിയന്തരമായി റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു എന്നതാണ് അമ്മ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇടവേള ബാബുവാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും ദിലീപിനെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ അടിയന്തരമായി റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നത്തെയും പോലെ അമ്മയുടെ ഐക്യദാർഢ്യവും പിന്തുണയും ആക്രമിക്കപ്പെട്ട തങ്ങളുടെ സഹോദരിയോടൊപ്പമാണ് എന്നും അവർ പ്രഖ്യാപിക്കുന്നു. ജനറൽ ബോഡിയിൽ കണ്ടതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ നിലപാട്, അതിശക്തമായിട്ടുള്ള നിലപാട് അമ്മ ഇവിടെ സ്വീകരിച്ചു. അത് സ്വീകരിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നത്തെയും പോലെ അമ്മയുടെ ഐക്യദാർഢ്യവും പിന്തുണയും ആക്രമിക്കപ്പെട്ട തങ്ങളുടെ സഹോദരിക്കൊപ്പമാണ് എന്നും തുടർന്നുള്ള നിയമ നടപടികൾക്കൊപ്പമാണ് എന്നും പ്രഖ്യാപിച്ചുകൊള്ളുന്നു എന്നാണ് അമ്മ പറയുന്നത്. അതായത് ദിലീപിനെ പൂർണ്ണമായി തള്ളിയിരിക്കുന്നു. ദിലീപിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് അമ്മ ഈ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദിലീപിന്റെ ട്രഷറർ സ്ഥാനം മാത്രമല്ല, അമ്മയുടെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ അടിയന്തരമായി റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നത്തെയും പോലെ അമ്മയുടെ ഐക്യദാർഢ്യവും പിന്തുണയും ആക്രമിക്കപ്പെട്ട തങ്ങളുടെ സഹോദരിക്കൊപ്പമാണ് എന്നും തുടർന്നുള്ള നിയമ നടപടികൾക്ക് അവർക്ക് പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിക്കുന്നു. ഈ വേളയിൽ അമ്മയിൽ അംഗത്വമുള്ള ചിലർ ആക്രമിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരിക്ക് വീണ്ടും വേദനയുണ്ടാകാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വേളയിൽ അമ്മയിൽ അംഗത്വമുള്ള ചിലർ നടിയെ വേദനിപ്പിക്കുന്ന പരാമർശം നടത്തി. ആ മാധ്യമങ്ങളുടെ അമ്മയ്ക്കുള്ള പ്രതിഷേധവും അതേ തുടർന്നുണ്ടായ ഞങ്ങളുടെ സഹോദരിക്കുണ്ടായ വേദനയിൽ ഖേദവും രേഖപ്പെടുത്തുന്നു. അതായത് സലീം കുമാർ അടക്കം, അജു വർഗീസ് അടക്കം നിരവധി പേർ നടിയെ അപമാനിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിനെയും അമ്മ പൂർണ്ണമായി തള്ളിക്കളയുന്നു. മാധ്യമങ്ങളിൽ അമ്മയുള്ള പ്രതിഷേധം, തുടർന്നുള്ള ഞങ്ങളുടെ സഹോദരിക്കുണ്ടായ വേദനയിൽ ദുഃഖവും രേഖപ്പെടുത്തുന്നു എന്നാണ് അമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിമേൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ അമ്മയുടെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഇതാണ് ആ വാർത്താക്കുറിപ്പ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ വാർത്താക്കുറിപ്പാണ് അമ്മ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ. ആ കാര്യങ്ങളാണ് അമ്മ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 3 കാര്യം പ്രധാനമായി പറയുന്നു. ഒന്ന്, ദിലീപിനെ പൂർണ്ണമായി തള്ളുന്നു. ദിലീപിന്റെ പ്രാഥമിക അംഗത്വം റദ്ദാക്കിയിരിക്കുന്നു. ട്രഷറർ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല, പ്രാഥമിക അംഗത്വം റദ്ദാക്കിയിരിക്കുന്നു. മറ്റൊന്ന്, ഞങ്ങൾ പൂർണ്ണമായും ഈ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ്. അവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കും. അവരെ വേദനിപ്പിച്ച ഈ അമ്മയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് എതിരെ കടുത്ത പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് എന്നും അമ്മ പറയുകയാണ്. അതിൽ ഇനി അങ്ങനെ ഉണ്ടായാൽ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും അമ്മ വ്യക്തമാക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ സഹോദരിക്ക് നേരിട്ട ദുരവസ്ഥയുടെ പിന്നിലെ സത്യം കണ്ടെത്താൻ ദിനരാത്രങ്ങൾ പ്രയത്നിച്ച കേരള പോലീസിനും മന്ത്രിസഭയ്ക്കും അമ്മയും നന്ദി അറിയിക്കുന്നു എന്നുമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. താരങ്ങളാരും പ്രതികരിച്ചില്ല, മറിച്ച് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ആ വിശദീകരണത്തിൽ ഒരു കുറുക്കുവഴികളുമില്ല, കൃത്യമായി കാര്യങ്ങൾ പറയുകയാണ് അമ്മയുടെ വാർത്താക്കുറിപ്പ് ചെയ്യുന്നത്. നേരത്തെ ജനറൽ ബോഡിയിൽ ഈ ദിലീപിനടക്കം സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ജനവികാരം ഉയർന്ന പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടി, ഈ പ്രസ്താവനയിൽ ഒതുക്കുകയാണോ അമ്മ, അതോ വിശദീകരണം നേരിട്ട് താരങ്ങൾ നൽകുമോ? താരങ്ങൾ ഓരോരുത്തരായി മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നും മടങ്ങുകയാണോ ഇപ്പോൾ? ഇതുവരെ താരങ്ങളാരും പുറത്തേക്ക് വന്നിട്ടില്ല. ഇടവേള ബാബുവാണ്, സെക്രട്ടറി ആയിട്ടുള്ള ഇടവേള ബാബുവാണ് ഇപ്പോൾ എത്തി ഈ വിശദീകരണ കുറിപ്പ് നമുക്ക് നൽകിയത്. താരങ്ങൾ ഇവിടെ നിന്ന് മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അതിന്റെ സൂചനകൾ കാണുന്നില്ല. ഒരുപക്ഷെ എത്താനുള്ള സാധ്യത കുറവാണെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇവിടെ ഉണ്ട്. അവർ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ഇത് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അവർ വിശദീകരണമായി ഇറക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് അല്പസമയത്തിന് കൂടി കാത്തിരിക്കേണ്ടി വരും. ഇനി അവർ പുറത്തു വന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്നറിയാൻ. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്, താരസംഘടനയായ അമ്മയിൽ നിന്നും ദിലീപിനെ പുറത്താക്കി. ട്രഷറർ പദവിയിൽ നിന്ന് മാത്രമല്ല, പ്രാഥമിക അംഗത്വം തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ചേരുന്ന അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ് ഈ തീരുമാനം എടുത്തത്. മമ്മൂട്ടിയുടെ വീട്ടിലാണ് യോഗം ചേർന്നത്. ഇതുവരെ താരങ്ങൾ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. ദിലീപിനെ താരസംഘടനയായ അമ്മയും കൈവിട്ടു.